പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ എളിദാസൻ ഒരു അവസരം കൂടി തന്ന എൻ്റെ പൊന്നു കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ്. എളിദാസന് തന്ന പ്രോത്സാഹനം കർത്താവ് അറിയുന്നു. സാമ്പത്തികമായി സഹായിച്ചവരെ സ്വർഗത്തിലെ ദൈവം ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് കേൾക്കുന്ന വചനം കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന സമയം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 29 മുതൽ അവർ എരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു. അപ്പോൾ വഴിയരികെ ഇരുന്ന 2 കുരുടന്മാർ യേശു കടന്നു പോകുന്നത് കേട്ടു. കർത്താവേ, അവിടുന്ന് ഈ വചനം നിൻ്റെ മക്കൾക്ക് വിളമ്പിക്കൊടുക്കുവാൻ എൻ്റെ നാവിനോട് കൂടിയിരിക്കണമേ. വചനം കേൾക്കുന്ന ഓരോ ഭവനത്തിലും അത്ഭുതമുണ്ടാകണമേ. എൻ്റെ കർത്താവിൻ്റെ പേര് അത്ഭുത മന്ത്രി എന്നാണല്ലോ. തടസ്സങ്ങൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പോരാട്ടങ്ങൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ചില കഷ്ടത, നിരാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിമിഷം മാത്രമേ നമ്മുടെ ചെവി തുറന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന ദൈവജനമേ, ചില പ്രയാസങ്ങളുടെ നടുവിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്നുവെന്ന് വിചാരിക്കുക. കർത്താവ് കഷ്ടത്തിലായിരിക്കുന്ന വ്യക്തിയെ കർത്താവ് സ്നേഹിക്കുന്നു. നിങ്ങൾ മരിക്കാനുള്ള ഒരല്ല എന്ന് മനസ്സിലാക്കുക. രോഗക്കിടക്കകളെ മാറ്റി കിടക്കയെടുത്ത് നടത്തുവാൻ കഴിവുള്ളവൻ നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്നു. കർത്താവിന് അസാധ്യമെന്ന് പറയുവാൻ ഒന്നുമില്ലല്ലോ. കഷ്ടത്തിലായിരിക്കുന്ന നിങ്ങൾക്ക് ആരുമില്ല എന്ന് ചിന്തിക്കരുത്. ഈ വചനം നിങ്ങളോട് കർത്താവ് സംസാരിക്കുന്നു. നിങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ എൻ്റെ ജീവിതത്തിൽ അനേക അത്ഭുത സാക്ഷ്യങ്ങൾ നേരിട്ട് കണ്ട വ്യക്തിയാണ്. അതിലൊരു സാക്ഷ്യം നിങ്ങളെ ബലപ്പെടുത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ ഞാൻ ഓർമ്മിപ്പിക്കാമല്ലോ. സുവിശേഷവേല ഞാൻ വിദേശത്ത് ചെയ്യുമ്പോഴാണ് എൻ്റെ യേശുവിനെ രുചിച്ചറിയുന്നത്, അനുഭവിച്ചറിയുവാൻ കഴിയുന്നത് വിദേശത്ത് വെച്ചാണ്. എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സഹോദരി ഒരു ദിവസം എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ഇനിയും ആർക്കും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ സഹോദര. വാക്കുകൾ എൻ്റെ ഹൃദയത്തിലൊരു വാള് പോലെയാണ് വന്ന് പതിച്ചത്. സുവിശേഷവേലയിൽ വന്ന് അങ്ങനൊരു വാക്ക് കേട്ടപ്പോൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ ആ സമയം ഞാൻ ഭാരപ്പെട്ടു. എന്നാൽ അന്ന് തന്നെ ഞാനും
എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും അവരുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സഭ എല്ലാവരോടും കൂടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ കൂടി വന്നു. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുവാൻ പോലീസ് വന്നു. പോലീസ് വന്നപ്പോൾ എന്താണ് സംസാരിക്കേണ്ടതെന്ന് പറയുവാൻ വയ്യാതെ അല്പനിമിഷം ഭാരപ്പെട്ടു പോയി. കാരണം പോലീസ് വന്നതിൻ്റെ കാരണം അവരുടെ 3 പാസ്പോർട്ടും പണയം വെച്ച് $10,000 കടമെടുത്തിരുന്നത്. ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ പോലീസുകാരുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഈ പണത്തിനു വേണ്ടി താങ്കൾ ജാമ്യം നിൽക്കുവാൻ പറഞ്ഞു. ഞാൻ അതിന് മറുപടി ഒന്നും പറയാതെ അവരെ ഇപ്പോൾ ജയിലിൽ അടയ്ക്കാൻ പാടില്ല, നിങ്ങൾ അവർക്ക് ശകലം കൂടെ സാവകാശം കൊടുക്കാൻ ഞാൻ പറഞ്ഞു. കാരണം ഇത്രയും വലിയൊരു പണത്തിന് ജാമ്യം നിന്നാൽ എനിക്ക് പോലും ആ രാജ്യത്ത് നിന്ന് മടങ്ങി വരുവാൻ കഴിയില്ല. വചനം ഇങ്ങനെ പറയുന്നു, എങ്ങനെയോ എന്തു പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട, പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ. അതായത് സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായ ദൈവീയ ആലോചന പരിശുദ്ധാത്മാവ് തൻ്റെ ഭക്തന്മാർക്ക് കൊടുക്കും. ദൈവീയ ആലോചന പ്രകാരം സംസാരിക്കേണ്ടതിന് ആവശ്യമായ ജ്ഞാനം തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം നമ്മളെല്ലാവരും. എന്നിൽ കൂടെ ആ സമയത്ത് പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പരിശുദ്ധാത്മാവ് ഒരു വാക്ക് നമ്മിൽ കൂടെ പറഞ്ഞാൽ ശത്രുവിന് എതിർത്ത് നിൽക്കാൻ കഴിയില്ല. പ്രിയരെ, എളിദാസൻ്റെ വാക്ക് പോലീസുകാർ കേൾക്കുകയും പാവപ്പെട്ട സ്ത്രീയോടും കുഞ്ഞുങ്ങളോടും അവർക്ക് മനസ്സലിവ് തോന്നി. ജയിലിൽ അടയ്ക്കാൻ വന്നവർ അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് കാണുവാൻ എനിക്ക് കർത്താവ് ഭാഗ്യം തന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ വിധി വന്നു. 5 വർഷം കൊണ്ടോ അതിൽ കൂടുതൽ സമയം കൊണ്ടോ പലിശയില്ലാതെ കുറച്ച് അടച്ചു തീർക്കാൻ അങ്ങനെ ആ കാര്യങ്ങൾ ക്രമീകരിച്ചു. പക്ഷേ എന്നാൽ 2 മക്കളുടെ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയിരുന്നത് കൊണ്ട് വാടക കൊടുക്കാതെ വീട്ടുകാർ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ട അവസ്ഥ. അങ്ങനെ വീണ്ടും 2 പ്രശ്നങ്ങൾ മുന്നിൽ കിടക്കുകയാണ്. ഒരു പ്രശ്നം തീർന്നപ്പോൾ വീട്ടുകാർ എത്രയും പെട്ടെന്ന് വാടക വീട് ഒഴിഞ്ഞു കൊടുക്കണം. വാടക കൊടുത്തില്ലെങ്കിൽ വീണ്ടും പോലീസിൽ അവരും റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു.
സഭ വീണ്ടും കരഞ്ഞു പ്രാർത്ഥിച്ചു. അവിടെയും കർത്താവ് തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനയാൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത് ഞാൻ കാണുകയാണ്. അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഡോക്ടർമാർക്ക് മാത്രം വേണ്ടി പണി കഴിപ്പിച്ച കെട്ടിടത്തിൽ താമസിക്കാൻ അധികാരിയുടെ ഹൃദയങ്ങളെ തുറന്ന് വാടകയില്ലാതെ അവിടെ താമസമാക്കി. അത് കഴിഞ്ഞു വീണ്ടും അടുത്ത പ്രശ്നമാണല്ലോ കുട്ടികൾ സ്കൂളിൽ പോകേണ്ടത്. സ്കൂളിൽ വിടുവാൻ നിവൃത്തിയില്ലാതെ ആ കുഞ്ഞുങ്ങളും അവരുടെ അമ്മയും സഭയിൽ വന്ന് ഞങ്ങൾ നിരന്തരം കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 കുട്ടികളെയും പഠിപ്പിക്കാനായി നല്ലവരായ ആൾക്കാർ മുന്നോട്ട് വന്ന് അവരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുവാൻ തുടങ്ങി. കഷ്ടത നമ്മുടെ കാതുകൾ തുറക്കാൻ ഏറ്റവും വലിയ നല്ല സമയമാണ്. ആ കുടുംബം എത്ര അത്ഭുതമായിട്ടാണ് വലിയ കടഭാരത്തിൽ നിന്ന് അവരെ കടമെല്ലാം കൊടുത്തു തീർത്തു. ആ മക്കളൊക്കെ നല്ല വിദ്യാഭ്യാസത്തിലായി. ഇപ്പോൾ അവരുമായി ഞങ്ങൾക്ക് വലിയ ബന്ധമില്ല എങ്കിലും അവരെല്ലാവരും യൂറോപ്യൻ രാജ്യങ്ങളിലെത്തി അനേകർക്ക് അവർ കൈത്താങ്ങ് കൊടുത്ത് അനേക കുട്ടികളെ പഠിപ്പിക്കുകയും അനേകരെ സഹായിക്കുകയും ചെയ്യുന്നതായിട്ട് കേൾക്കുവാൻ ഇടയായി എന്ന് പറയുകയാണ്. അവർക്ക് ഇന്ന് കേരളത്തിൽ നല്ലൊരു ഭവനമുണ്ട്. വാടക വീട്ടിൽ നിന്ന് കരഞ്ഞിറക്കി വിട്ട അവർക്ക് നല്ലൊരു ഭവനം കേരളത്തിൽ കൊടുത്തു. ആവർത്തന പുസ്തകം 28:12 ഇങ്ങനെ പറയുന്നു: യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും, നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഇതാണ് പ്രാർത്ഥിക്കുന്ന മക്കളെക്കുറിച്ച് കർത്താവ് പറയുന്നത്. ആ കുടുംബത്തെക്കുറിച്ച് ഇങ്ങനെയൊരു സാക്ഷ്യം ചുരുക്കമായി പറയാൻ കാരണം ആ കുടുംബത്തെ രക്ഷിക്കാൻ പോയ ഞങ്ങളുടെ ജീവിതത്തിലും സഭയിലും ഞങ്ങളുടെ ജീവിതത്തിൽ പോലും വലിയ പോരാട്ടമുണ്ടായി. അവരുടെ ജീവിതത്തിലും വേറെ വഴികളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് അന്ന് സഭ പറയുന്നത് അവർ പരിപൂർണമായി അനുസരിക്കുമായിരുന്നു. സഭ പറയുന്നത് കേട്ട് സഭയോട് ചേർന്ന് നിന്ന് അവർ വിജയത്തിൽ എത്തുന്നത് വരെ സഹിച്ചു നിന്നതുകൊണ്ട് ഇന്ന് അനേകർക്ക് കൊടുക്കുവാൻ ദൈവം അവരെ ഉപയോഗിച്ചു. എപ്പോഴും വലിയ പ്രശ്നങ്ങളും കഷ്ടതകളും കടന്നു വരുമ്പോൾ സഭയോട് ചേർന്ന് നിന്ന് എതിർത്ത് നിൽക്കാതെ അനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിലും അവസ്ഥകളും മാറും. അവരുടെ ജീവിതത്തിൽ കഷ്ടതയുടെ തീച്ചുള്ള ശക്തിയുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ആ സമയം അവർക്ക് വചനം പറയുന്നത് കേൾക്കാൻ താല്പര്യമുണ്ടായത്. അവർക്ക് നേരെ നിൽക്കുന്ന പ്രശ്നങ്ങളെ കണ്ടു പതറാതെ കർത്താവിൽ നോക്കി അവനോട് ചേർന്ന് നിന്ന് പിശാചിനെ കീഴടക്കുവാൻ അവർ ആഗ്രഹിച്ചു. ഈ ഭൂമിയിൽ ഭൗതിക നന്മ ആവശ്യമാണ് പ്രിയരെ.
ജീവിക്കുമ്പോൾ പ്രത്യാശയോടെ ജീവിക്കണം. ജീവിക്കുന്നിടത്തോളം കാലം സന്തോഷത്തോടെ ജീവിക്കാൻ, സമൃദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ദൈവം കൊടുക്കുന്നത്. സ്നാനപ്പെടുമ്പോൾ തന്നെ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ മക്കളായി എങ്കിലും നമ്മൾ ജീവിക്കുന്നത് ഈ ഭൂമിയിലാണ്. ഈ ഭൂമിയിൽ ദൈവം അല്പസമയത്തേക്ക്, അല്പനാളത്തേക്ക് നമ്മളെ അയച്ചുവെങ്കിലും പരാജയപ്പെട്ടവനായി തിരികെ പോകാൻ ആഗ്രഹിക്കരുത്. അനുഗ്രഹങ്ങൾ അനുഭവിച്ച് നമ്മുടെ സമൂഹത്തിന് കർത്താവിനെ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ബൈബിൾ പറയുന്നത് ഇനി നമുക്ക് കേൾക്കാനുള്ളത് ഒരു യോസഫിനെ കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ യോസഫിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിവുള്ളവരാണല്ലോ. യോസേഫ് സഹോദരന്മാരാൽ വെറുക്കപ്പെടുവാൻ കാരണം എന്താണ്? ഒരു അനുഗ്രഹം യോസേഫിൽ കിടക്കുന്നു എന്ന് കണ്ട സ്വപ്നമാണ് സ്വന്തം സഹോദരന്മാരിൽ ഭൂതങ്ങൾ കയറി സ്വന്തം രക്തത്തോട് വെറുപ്പ് തോന്നിച്ച് സ്വന്തം സഹോദരന്മാർ അവനെതിരെ ഗൂഢാലോചന ചെയ്ത് ഒരു കുഴിയിലിട്ട് കളയുവാൻ കാരണമായത്. എന്നാൽ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന യോസേഫിനെ അതിലേ വന്നവർ വെടിവെച്ച് അതൊരു കച്ചവടക്കാർക്ക് വിറ്റു. അങ്ങനെ ഫറവോന്റെ ഉദ്യോഗസ്ഥനായ പൊത്തിഫേറിന്റെ ഭവനത്തിൽ ദൈവിക ഉദ്ദേശം നിറവേറുവാൻ കർത്താവ് കൊണ്ടുവരികയാണ്. ദൈവിക ഉദ്ദേശം നിറവേറുവാൻ നമ്മുടെ ജീവിതത്തിലും ഇന്നത്തെ കഷ്ടത ദൈവം കൈവിട്ടതുകൊണ്ടല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. ഒരു യോസേഫിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ ആദ്യ സഹോദരങ്ങളെല്ലാവരും വെറുത്തു. പൊട്ടക്കിണറ്റിൽ കിടക്കേണ്ടി വന്നു. കച്ചവടക്കാർക്ക് വിറ്റു. ദൈവിക ഉദ്ദേശം നിറവേറുവാൻ പൊത്തിഫേറിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവിക ഉദ്ദേശം നിറവേറുവാൻ നമ്മളെ എടുത്ത് ഉപയോഗിക്കുവാൻ തുടങ്ങുമ്പോൾ ലോകത്തിൻ്റെ ഭൂതങ്ങൾ നമ്മളെ വളരെ ഉപദ്രവിക്കുമെന്നും കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തിയതാണ്. കാരണം ദൈവം നമ്മളെ സ്നേഹിച്ച് ദൈവിക വാഗ്ദാനം നമ്മൾ അനുഭവിക്കും എന്ന് ഭൂതങ്ങൾക്കറിയാവുന്നത് കൊണ്ട് ഭൂതങ്ങൾ നമ്മളെ ഉപദ്രവിക്കുവാൻ തുടങ്ങും. ഉപദ്രവം തുടങ്ങുമ്പോൾ കൂടുതൽ മനുഷ്യരും പിന്മാറ്റത്തിലേക്ക് പോവും. അങ്ങനെയാണ് ഈ ആത്മീയഗോളത്തിൽ വന്നവരെല്ലാം നന്മ അനുഭവിക്കാൻ കഴിയാതെ പിന്മാറിപ്പോയത്. എന്തുകൊണ്ടാണ് കർത്താവ് നമ്മളെ ചില ഘട്ടത്തിൽ കൂടി കടത്തിവിടുവാൻ കാരണമെന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 1:10 കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സാത്താൻ യഹോവയോട് വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്, നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനു ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. 11-ാം വാക്യം, തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് ഭൂതം പറയുകയാണ്. മനുഷ്യരുടെ തെറ്റുകൾ കണ്ടുപിടിച്ച് കുറ്റം പറയുന്ന ഭൂതത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയും. നന്മകൾ കൊടുത്തതുകൊണ്ട് മാത്രമാണ് ദൈവത്തെ ഇഷ്ടപ്പെടുന്നതെന്ന് കുറ്റം പെടുത്തുന്ന സാത്താനെയാണ് നമ്മളിവിടെ കാണുന്നത്.
പരീക്ഷകൾ വരുമ്പോൾ പതറാതെ നിൽക്കാൻ ഈ വചനം നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ് പ്രിയരെ. പ്രത്യാശയോടെ നിൽക്കണം. ദൈവം നീതിമാന, ന്യായം നടത്തിയാണ് നമുക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്നത്. കാരണം ലോകത്തിൻ്റെ അപവാദി കുറ്റം ചുമത്തുവാൻ നിൽക്കുന്നു. ദൈവം നമ്മളെ കൂടുതൽ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സമയം യോബിൻ്റെ ജീവിതത്തിൽ പരീക്ഷകൾ കഴിഞ്ഞ് ഇരട്ടി അനുഗ്രഹം ലഭിച്ചതുപോലെ നന്മകൾ അനുഭവിപ്പാൻ, പ്രതിസന്ധികളിൽ പതറാതെ നിൽക്കുവാൻ ആഗ്രഹിക്കുക. യോശുവയെ കുറ്റം ചുമത്തുവാൻ വന്ന സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു, ഇവ തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ? സക്കറിയാവ് 3:2 ഇവർ തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട കൊള്ളി. കട്ടതയിൽ നിന്ന് ദൈവവനെ കൊണ്ടുവന്നത് നശിപ്പിക്കാനല്ല, അനുഗ്രഹിക്കാനാണ്. ഒരു യഥാർത്ഥ വിശ്വാസി കട്ടതകളും പീഡകളും അനുഭവിക്കുമ്പോൾ ഭൂതത്തെ എതിർത്ത് നിന്ന് കർത്താവിനോട് ചേർന്ന് നിൽക്കണം. ദൈവജനം ദൈവത്തെ ആരാധിക്കുന്നത് അനുഗ്രഹത്തിന് വേണ്ടി മാത്രമല്ല. അനുഗ്രഹം ദൈവമക്കളുടെ അവകാശമാണ്, ഞങ്ങളുടെ അപ്പൻ്റെ അവകാശം. ഒരു സാത്താനും പിടിച്ചുകൊണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. എന്നാൽ അനുഗ്രഹത്തിന് വേണ്ടിയല്ല ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ കണ്ടത്. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് ഞങ്ങളുടെ പാപത്തിൻ്റെ കടം കൊടുത്തു തീർത്ത് വിശ്വസിക്കുന്നവരെ അവൻ്റെ മകനും മകളുമായി തീരുവാൻ അവകാശം തന്ന ഞങ്ങളുടെ യേശു കർത്താവ്, അവനെപ്പോലെ മറ്റൊരു ദൈവവും ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയില്ല. പരിപൂർണമായി ഈ ഭൂമിയിൽ ഞങ്ങളെ രക്ഷിക്കാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യേശു കർത്താവിന് മാത്രമേ കഴിയുള്ളൂ പ്രിയരെ. അതുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ അടുക്കലേക്ക് ഞങ്ങൾ ഓടി വന്നത്. ഒരു ഭൗതിക നന്മകൾക്ക് വേണ്ടി അല്ല ഞങ്ങൾ വന്നത്. എന്നാൽ പാപമോചനം ലഭിച്ചവരുടെ അവകാശമാണ് നന്മ, സമൃദ്ധി, അനുഗ്രഹം. അത് ഈ ഭൂമിയിൽ ഞങ്ങൾ അനുഭവിക്കും. മുള്ളും പറക്കാരെയും ശാപവും മാറിയെടുത്ത് നന്മ ഉണ്ടാകട്ടെ. മുള്ളും പറക്കാരെയും ശാപവും മാറിയെടുത്ത് അനുഗ്രഹം അനുഭവിക്കണം. യോസേഫിൻ്റെ ജീവിതത്തിൽ പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ അല്പകാലം സമാധാനമായിട്ടൊക്കെ പാർത്ത യോസേഫ് അവിടെ പാപത്തിന് കൂട്ടുനിൽക്കാൻ ആഗ്രഹിക്കാഞ്ഞതുകൊണ്ട് വീണ്ടും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി നിൽക്കുന്നവരെ വീണ്ടും വീണ്ടും ലോകത്തിൻ്റെ പിശാച് പോരാടിക്കൊണ്ടിരിക്കും. എന്നാൽ യഹോവ ആ കാരാഗൃഹത്തിൽ യോസേഫിനോട് കൂടെ ഇരുന്നത് കൊണ്ട് കാരാഗൃഹത്തിലും ഉത്തരവാദിത്വമുള്ള സ്ഥാനത്തേക്ക് കർത്താവ് അവനെ നിയമിച്ചതായിട്ട് വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ദൈവത്തിൻ്റെ സമയം വരെ, ദൈവത്തിന് കഷ്ടപ്പെടുവാൻ നമ്മൾക്കൊരു സമയം ദൈവം അനുവദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സമയം വരെ കഷ്ടതയിലും ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് നിൽക്കുന്നവരെ കർത്താവ് ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കുമെന്ന് ഈ വചനത്തിൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിലെ കഷ്ടത അനുഗ്രഹത്തിലേക്കുള്ള പരിശീലനമായി കാണുക. കഷ്ടതയിൽ നമ്മുടെ ചെവി തുറക്കുവാൻ, വചനം കേൾക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഒരു അനുഗ്രഹ അവസരമായി നമ്മൾ ഉപയോഗിക്കുക. ഉൽപ്പത്തി പുസ്തകം 41:41 ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്ന് ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. ഒരു സ്വപ്നം കണ്ട യോസേഫ് ഒത്തിരി കഷ്ടത സഹിക്കേണ്ടി വന്നിട്ടും സഹിച്ചു നിന്നതുകൊണ്ട് ഒരു സ്വപ്ന വ്യാഖ്യാനത്തിലൂടെ ഫറവോ രാജാവ് ഉന്നത പദവിയിലേക്ക് ഉയർത്തി എന്ന് വചനം മുൻപോട്ട് വായിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയും.
അതേ പ്രിയരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി തീർക്കുമെൻ്റെ കർത്താവ്. തിരുവചനം നിവൃത്തിയാകും. ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയുവാൻ ഈ വചനം എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. കഷ്ടതയിൽ നമ്മൾ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, നമ്മുടെ കാതുകളെ തുറക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഒരു അനുഗ്രഹമായി മാറും. കഷ്ടത അനുഗ്രഹമാക്കി മാറ്റാൻ കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, സ്ഥിരതയോടെ നിൽക്കുക, പതറാതെ നിൽക്കുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്.